GST ദിനം ആഘോഷമാക്കി വിവിധ സോണുകൾ. കേരള ലക്ഷദ്വീപ് സോണലുകളുടെ സംയുക്താഘോഷം തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി. തിരുവനന്തപുരം സോണിന്റെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച GST വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും കൃത്യമായി നികുതി അടയ്ക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. കേരള ലക്ഷദ്വീപ് സോണുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന പരിപാടി മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് GST വളർച്ചയുണ്ടാക്കിയെങ്കിലും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വരുമാനത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെന്നും ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിച്ചാൽ GST മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. GST സമ്പ്രദായത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. സങ്കീർണമാണ്. നേരത്തെ ഉള്ളതിനേക്കാളും സൗകര്യങ്ങൾ പലതും ഉണ്ടെങ്കിലും ഈ ബാരിയർ ഫ്രീ ആയെങ്കിലും ഇത്തരം റവന്യൂവിൻ്റെ ഇഷ്യൂസ് നിൽക്കുന്നുണ്ട്. ഇക്കാര്യം ഞങ്ങൾ റെഗുലറായിട്ട് പറയുന്നതാണ്. കഴിഞ്ഞ GST കൗൺസിൽ ഇൻപുട്ടിനകത്ത് വലിയൊരു കുറവ് വന്നു. ഇൻപുട്ട് ടാക്സിനകത്ത് അല്ലെങ്കിൽ IGST പൂളിൽ ചില പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ കേരളം പോലുള്ള സ്റ്റേറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് IGST കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ IGST പൂളിൽ 36,000 കോടി കുറഞ്ഞു പോയി സെൻട്രൽ ഗവൺമെൻറ് ആ കണക്ക് നോക്കുമ്പോൾ. സോ ദേ ഡിസൈഡ് ടു cut it from the states. Then Kerala said that should not be cut from us because we are thinking that actually we are losing a lot. But ഈ ഏപ്രിലിൽ 965 കോടി രൂപ നമ്മുടെ ഈ ഏപ്രിലിൽ നിന്നുള്ള അതങ്ങ് ടാക്സ് കട്ട് ചെയ്തു. ചടങ്ങിൽ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി. തിരുവനന്തപുരം സോണിൽ ഏറ്റവും കൂടുതൽ ടാക്സ് നൽകുന്നതിന് നടൻ മോഹൻലാലിനെ ചടങ്ങിൽ ആദരിച്ചു. തന്നെ മാതൃകയാക്കി എല്ലാവരും കൃത്യസമയത്ത് ടാക്സ് നൽകിയാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത് മുതൽക്കൂട്ടാകുമെന്ന് മോഹൻലാൽ ചൂണ്ടിക്കാട്ടി. GST റിട്ടേൺസ് കൃത്യമായും മുൻകൂറായും സമർപ്പിച്ചതിന് നിങ്ങളുടെ വകുപ്പ് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ എനിക്ക് തന്ന അംഗീകാരത്തോടൊപ്പം ഇന്ന് നൽകുന്ന ഈ ആദരത്തിനും ഞാനേറെ കടപ്പെട്ടിരിക്കുന്നു. അതെനിക്കേറെ അഭിമാനമുളവാക്കുന്നു. നിയമപരമായി ചെയ്യേണ്ട കാര്യമാണെങ്കിലും നമ്മളത് കൃത്യമായി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്ന തൃപ്തിയുണ്ട്. അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. മാത്രമല്ല എനിക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം കാണുകയും അറിയുകയും ചെയ്യുന്ന GST ദായകരായ അനേകം ആളുകൾക്ക് ഇതൊരു പ്രേരണ കൂടിയാവുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. തിരുവനന്തപുരം സോണിന്റെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച GST വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും കൃത്യമായി നികുതി അടയ്ക്കുന്നവർക്കുമുള്ള പ്രശംസാപത്രങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.